ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ്, ചെറിയമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ഈ വർഷം ചേട്ടനും മേടത്തിയമ്മയൊന്നും ഇല്ല നാട്ടിൽ, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. വല്യമ്മമാരും ചേട്ടന്മാരും പിന്നെ ഞങ്ങളും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വൈകുന്നേരം എത്തി, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഇപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കണം, നൂൽപുട്ടും ഉണ്ട്, പിന്നെ കുറച്ച് ഗുലാബ് ജാമുനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരെത്തുന്ന വരെ ഞങ്ങൾ ഡെക്കറേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ചയിലിരിക്കുകയാണ്. അപ്പോൾ അതാ അവരെത്തി. ചേച്ചിക്ക് കടയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വൈകി രാത്രിയായി എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള കളിക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതാ അവർ വന്നു. അപ്പോൾ ഇത് ബർത്ത്ഡേ കേക്കാണ്. ഞാൻ ഒരു 2 ഷർട്ട് മടക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോണ്ടൻ്റ് കേക്കാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പിറന്നാളിന് മുറിക്കാനും ഒന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ടുള്ള ഒരു കേക്ക് കേട്ടോ. അപ്പോൾ 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു, ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളയപ്പം ചൂടായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഗുലാബ് ജാമുനൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. നമ്മളിത് കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിച്ച് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ റിസോർട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഗുലാബ് ജാമുൻ കഴിക്കുകയാണ്.
അപ്പോൾ ഇതാ 12 മണിയായപ്പോഴേക്കും ഇവിടെ ആകെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പടക്കം പൊട്ടുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കി നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ശരിക്കും ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു 2-3 ദിവസം വൈകിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാവരുടെ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കേട്ടോ. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ്ങിനായിട്ട് പോവാം. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടനും ഏടത്തിയമ്മയും വിളിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരം വീഡിയോ കോളിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയമ്മയുടെ മോള് കാർത്തിക വിളിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ വർഷം ഇല്ല, ശരിക്കും മിസ് ചെയ്തു അത്. എന്നാലും കറക്റ്റ് ആ സമയത്ത് നമ്മൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. അപ്പോൾ അത് കാർത്തിക വിളിച്ച് വീഡിയോ കോളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ എന്താ പറയുക, ക്ലോക്കിൻ്റെ പോലെ തന്നെ ആക്കിയിട്ടാണ് കേക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നട്ടി ബബിളാണ് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക്. പക്ഷേ അവിടെ എത്തിപ്പിക്കും ബോക്സിലൊക്കെ തൊട്ടി മുകളിലത്തെ ക്രീം ഫുൾ ഒട്ടി പിടിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ളത് എഴുതിയത് കേട്ടോ. ഫുള്ള് നല്ല രസമായിട്ട് കൊണ്ടുപോയതായിരുന്നു. അതിന് മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ട് മറന്നു ഞാൻ. എനിക്ക് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അതും ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കുറേ സമയമായി. അപ്പോൾ പോകുന്നതിന് മുമ്പാണിത് വേഗം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഡെക്കറേറ്റ് ചെയ്തതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കുട്ടികളൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തിയായി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നല്ലൊരു വർഷമാവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. നമ്മൾ റിസോർട്ടിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടി ആഘോഷിച്ച ഒരു വീഡിയോ വരുന്നുണ്ട്, ഒരു വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.